ഗുഡ് മോർണിംഗ്. ഷാഡോ ബ്രോഡ്കാസ്റ്റിന്റെ ഫ്രീ എഡ്യൂക്കേഷൻ സെക്ഷനിലോട്ട് ഏവർക്കും സ്വാഗതം. നമ്മൾ എവിടെയാ ആവറേജിനെ കുറിച്ച് പഠിച്ചില്ല. എങ്ങനെ ആവറേജ് കണ്ടുപിടിക്കണേ? ടോട്ടൽ എമൗണ്ട് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ. നമ്മുടെ കയ്യിൽ എത്ര ഉണ്ടോ അവരെല്ലാവരും കൂടി എന്ത് ചെയ്യുക, സമ്മ് ചെയ്യുക, ഡിവൈഡ് ബൈ എന്ത് ചെയ്യുക, അവിടെ എത്ര എണ്ണം ഉണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, നമ്മൾ ആവറേജിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യുക. ഇവിടെ എന്താ പറഞ്ഞിരിക്കണേ? ദ നമ്പർ ഓഫ് ചിൽഡ്രൻസ് ഹു അറ്റൻഡ് ക്ലാസ് ഫ്രം മൺഡേ ടു ഫ്രൈഡേ ഈസ് 34, 35, 32, 33, 31. അതായത് ഒരാഴ്ചത്തെ അവിടുത്തെ അറ്റൻഡൻസ് വന്നിട്ടുണ്ടല്ലേ, ഒരു ക്ലാസ്സിലെ ഒരാഴ്ചത്തെ മൺഡേ തൊട്ട് ഫ്രൈഡേ വരെ ക്ലാസ് ഉണ്ടായപ്പോഴുള്ള അവരുടെ അറ്റൻഡൻസ് ആണ് എന്ത് ചെയ്തേക്കണേ, ഇവിടെ തന്നേക്കണേ. ഇത് എല്ലാ ദിവസവും നമ്മുടെ ക്ലാസ്സിൽ എല്ലാ ദിവസവും എല്ലാവരും വരില്ലല്ലോ, ചില ദിവസം കൂടും ചില ദിവസം കുറയും. അപ്പൊ അതേപോലെ തന്നെ ഒരാഴ്ച തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഡേ അതായത് മൺഡേയിൽ എത്ര പേര് വന്നിട്ടുണ്ടായി? 34 പ്രസന്റ് ആയിരുന്നു. ട്യൂസ്ഡേ എന്തായി? 35 ആയി. ഇനി വെനസ്ഡേ എത്ര പേര് വന്നൂടാ? വെനസ്ഡേ 32 പേര് വന്നിട്ടുള്ളൂ. 32 ചിൽഡ്രൻസ് മാത്രമാണ് എന്ത് ചെയ്തേക്കണേ, പ്രസന്റ് ആയേക്കണേ വെനസ്ഡേ. തേഴ്സ്ഡേയിൽ എന്താ ചെയ്തിട്ടുണ്ട്? 33 സ്റ്റുഡൻസ് പ്രസന്റ് ആണ്. ഫ്രൈഡേയിൽ എത്ര പേരെ പ്രസന്റ് ആയിട്ടുള്ളൂടാ? 31 പ്രസന്റ് ആയിട്ടുള്ളൂ. ഇതാണ് ആ ക്ലാസ്സിലെ ആ ഒരു വീക്കിലെ അറ്റൻഡൻസ് എന്ന് പറഞ്ഞാൽ. നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ആവറേജ്. ആ ഒരാഴ്ചത്തെ ആവറേജ് അറ്റൻഡൻസ് എത്രയാണോ അതാണ് നമുക്ക് കണ്ടുപിടിക്കണ്ടേ. ആവറേജ് കാണാൻ എന്ത് ചെയ്യും? ടോട്ടൽ സം ഡിവൈഡ് ബൈ. ആവറേജ് കാണാൻ എങ്ങനെയാണ്? ആവറേജ് ഈക്വൽ ടു ടോട്ടൽ എമൗണ്ട് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ അല്ലേ? ടോട്ടൽ എമൗണ്ട് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ. ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിക്കുന്ന നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇവരെല്ലാവരെയും കൂടി ആഡ് ചെയ്യണം അല്ലെ? ഇവരെല്ലാവരെയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ എമൗണ്ട് കിട്ടും. അതിനായിട്ട് ഇവരെല്ലാവരും ആഡ് ചെയ്യാം കേട്ടോ. 4 + 5 9, 9 + 2 11, 11 + 3 എത്രയാടാ? 11 + 3 14 വന്നു. 14 + 5 1 വന്നപ്പോൾ 5 വന്നു. റിമൈൻഡർ എന്ത് കൊടുത്തു? 1 കൊടുത്തു. ഇനി 3 4 4 + 3 7, 7 + 3 10, 10 + 3 13, 13 + 3 16 വന്നു. ആ ക്ലാസ്സിൽ എത്ര അറ്റൻഡൻസ് ഉണ്ടായി? ടോട്ടൽ അറ്റൻഡൻസ് 165 ആണ് അല്ലേ? ടോട്ടൽ അറ്റൻഡൻസ് എത്രയാണ്? 165 ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ടോട്ടൽ എത്ര ഡേയ്സ് ഉണ്ട്? നമ്പർ അല്ലേ ചോദിച്ചേക്കണേ. 1 2 3 അങ്ങനെ ഒരാഴ്ചയിൽ എത്ര ദിവസം ഉണ്ടടാ? ഫ്രൈഡേ വരെ 5 days അല്ലേ? അപ്പൊ 165 ഡിവൈഡ് ബൈ 5 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ ക്ലാസ്സിലെ ആവറേജ് അറ്റൻഡൻസ് എത്രയാണെന്ന് കിട്ടും. ആ ക്ലാസ്സിലെ ആവറേജ് അറ്റൻഡൻസ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? 165. ടോട്ടൽ അറ്റൻഡൻസിനെ, ആ വീക്കിലെ ടോട്ടൽ അറ്റൻഡൻസിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 165 ഡിവൈഡ് ബൈ എന്ത് വന്നു? 5 വന്നു. 1ൽ പോവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 16 എടുത്തു. 16ൽ എത്ര ടൈംസ് പോവിടാ? 3 ടൈംസ് പോവില്ലേ? 3 5s are 15. റിമൈൻഡർ എന്ത് വന്നു? അഗെയിൻ 1 വന്നു. ഈ 5നെ താഴത്തോട്ട് എഴുതിയപ്പോൾ എന്തായി? 15 ആയി. 15ൽ എത്ര ടൈംസോ? 3. അപ്പോൾ 50. ഇപ്പോൾ ക്ലാസ്സിലെ ആവറേജ് അറ്റൻഡൻസ് എത്രയാടാ? 33. ആ ഒരു ആഴ്ചത്തെ ആവറേജ് അറ്റൻഡൻസ് ആണ് എന്ത്? 33. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്ലാസ് എടുക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞേക്കണേ? ദ ടേബിൾ ഷോ ദ എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി യൂസ്ഡ് ഇൻ മജീദ് ഹൗസ് ഫോർ സം മന്ത്സ്. അപ്പം എന്ത് ചെയ്തേക്കാം? ഒരു കുറച്ച് നാളായിട്ടുള്ള മജീദിന്റെ വീട്ടിലെ ഇലക്ട്രിസിറ്റി ബില്ലാണ് അവിടെ തന്നേക്കണേ അല്ലേ? ഇപ്പൊ നമ്മുടെ വീട്ടിലാന്ന് വിചാരിക്കും. ഇപ്പൊ ഒരു 2-3 മാസത്തെ ഉണ്ട്, കുറച്ചധികം മാസത്തെ ഉണ്ട്, 5 മാസത്തെ ഉണ്ട്. ഈ 5 മാസത്തെ ഇലക്ട്രിസിറ്റി ബില്ല് എന്തെന്നുണ്ട്? ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ മജീദിന്റെ വീട്ടിലെ ആവറേജ് ഇലക്ട്രിസിറ്റി യൂസ് അല്ലെങ്കിൽ എത്ര എമൗണ്ട് ആണ് അവന് വന്നേന്നാണ് നമുക്ക് എന്ത് ചെയ്യണ്ടേ? കാൽക്കുലേറ്റ് ചെയ്യണ്ടേ. ഇവിടെ എത്ര തന്നിട്ടുണ്ട്? മജീദിന്റെ ഫസ്റ്റ് എന്താ തുടങ്ങിയിരിക്കണേ? ജനുവരിയിൽ തന്നിട്ടുണ്ടല്ലേ? ജനുവരിയിൽ എത്രയായിരുന്നു എമൗണ്ട്? 85 രൂപ ഉണ്ടായിരുന്നു. ജനുവരിയിൽ എത്രയായിരുന്നു? 85 ആയിരുന്നു എന്ത്? ഇലക്ട്രിസിറ്റി ബില്ല് എന്ന് പറഞ്ഞാല്. ഫെബ്രുവരിയിൽ എത്തിയപ്പോൾ അത് എന്തായടാ? അത് കൂടി നമുക്ക് എന്തായി? 90 ആയിട്ട് മാറി. ഇനി മാർച്ചിൽ എത്ര രൂപയായിട്ടുള്ളൂ? മാർച്ചിൽ 75 രൂപയായിട്ടുള്ളൂ. മാർച്ച് കഴിഞ്ഞിട്ട് ഏതാ? ഏപ്രിൽ വന്നപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ? ഇച്ചിരി കൂടി എത്രയായി? 82 വന്നു. മാർച്ച് കഴിഞ്ഞിട്ട് ഏപ്രിൽ കഴിഞ്ഞിട്ട് മെയ് അഗെയിൻ വെക്കേഷൻ ആണ്. പക്ഷെ എന്ത് ചെയ്തു? കൺട്രോൾ ചെയ്തു. അപ്പൊ 78 എന്ത് വന്നിട്ടുള്ളൂ? കറണ്ട് ബില്ല് വന്നിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആവറേജ്. ആ ഒരു മജീദിന്റെ വീട്ടിലെ ആവറേജ് ഇലക്ട്രിസിറ്റി ബില്ലാണ് നമുക്ക് കണ്ടുപിടിക്കണ്ടേ. ആവറേജ് കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ടോട്ടൽ എമൗണ്ട് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ചെയ്താൽ മതി. ടോട്ടൽ എമൗണ്ട് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ. ടോട്ടൽ എമൗണ്ട് കാണണമെങ്കിൽ എന്ത് ചെയ്യണോടാ? ഇവരെല്ലാവരെയും കൂടി കൂട്ടിയാൽ പോരെ? ഇവരെല്ലാവരെയും കൂടി കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ എമൗണ്ട് കിട്ടും. കൂട്ടിക്കോ. ആദ്യം എന്താ വന്നേക്കണേ? 5 5 + 0 0 തന്നെ. 5 + 5 10 വന്നു. 10 + 2 12, 12 + 8 എന്ത് വന്നു? 20 വന്നു. 0 എഴുതി. 2 റിമൈൻഡർ കൊടുത്ത് 8 + 2 10, 10 + 9 19, 19 + 7 26, 26 8 കൂടി കൂട്ടിയാൽ എത്രയാടാ? 34, 34 7 കൂടി കൂട്ടിയാൽ 41. അതായത് അവിടുത്തെ ഇലക്ട്രിസിറ്റി ബില്ല് എത്രയാ വന്നേ? 410 ആണ് എന്ത്? ടോട്ടൽ ഇലക്ട്രിസിറ്റി ബില്ല്. ടോട്ടൽ എത്രയാണ്?
410. എത്ര ദിവസം ഉണ്ടായിരുന്നു? എത്ര മാസത്തെ? 5 മാസത്തേലേ. ഇപ്പൊ ടോട്ടൽ നമ്പർ എന്നുള്ളത് എന്ത് ചെയ്തു? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, 5 മാസത്തെ. ഇപ്പൊ 410 ഡിവൈഡ് ബൈ എന്ത് ചെയ്തു? 5 ചെയ്തു. 410 ഡിവൈഡ് ബൈ 5 നമ്മൾ ഹരിച്ചു നോക്കിയേ. 410 ഹരണം എന്ത് ചെയ്തുടാ? 5 ചെയ്തു. 4 പോവോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 41 എടുത്തു. 41 എത്ര ടൈംസ് പോവും? 8 ടൈംസ് പോലെ. 8 5s are 40. റിമൈൻഡർ എന്ത് വന്നു? 10 വന്നു. 10 എത്ര ടൈംസ് ഉണ്ട്? 2 ടൈംസ് ഇല്ലേ? അപ്പൊ 5 2s are 10 വന്നു. 5 2s are 10 വന്നു. റിമൈൻഡർ 0 വന്നു. അതായത് ആവറേജ് ഇലക്ട്രിസിറ്റി ബില്ല് എത്രയാടാ മജീദിന്റെ വീട്ടിലെ? 82 ആണ്. ആവറേജ് ഇലക്ട്രിസിറ്റി ബില്ല് കറക്റ്റ് ആയിട്ട് വന്നത് ഏത് മാസാ? ഏപ്രിലാണ്. ഏപ്രിലിനേക്കാളും ആവറേജിനേക്കാളും കൂടിയത് ഏതൊക്കെ മാസത്തിലാടാ? ജനുവരി കൂടുതലായിരുന്നില്ലേ? 82-നേക്കാളും കൂടുതലല്ലേ? ഇപ്പൊ ജനുവരിയിൽ കൂടുതലായിരുന്നു, ഫെബ്രുവരിയിൽ 90 വന്നേക്കണേ. അത് കൂടുതലല്ലേ ആവറേജിനേക്കാളും? ഇപ്പൊ ഫെബ്രുവരി പിന്നെ ഏത് മാസാടാ? ബാക്കി എല്ലാ മാസവും കുറവാണ്. അപ്പൊ ആവറേജിലും കൂടുതലായിട്ട് കറണ്ട് ബില്ല് വന്നത് ഏതൊക്കെ മാസത്തിലാ? ജനുവരിയിലും ഫെബ്രുവരിയിലും. ആവറേജിൽ കുറവായത് ഏത് മാസത്തിലാടാ? മാർച്ചിലും മെയ്യിലും ആവറേജിലും കുറവായിരുന്നു. ഓക്കെ അല്ലേ? നമുക്കിനി അടുത്ത കണക്ക് ചെയ്യാം. അടുത്ത കണക്കിൽ എന്താടാ പറഞ്ഞിരിക്കണേ? നമുക്കിവിടെ ഒരു ടീമുണ്ട്. ആ ടീമിലെ പ്ലേയേഴ്സിന്റെ എല്ലാവരുടെയും വെയിറ്റ് അത് തന്നേക്കണേ. ഇവിടെ എന്തുണ്ട്? ദ വെയിറ്റ് ഓഫ് പ്ലേയേഴ്സ് ഇൻ എ ടീംസ് ആ എത്രയൊക്കെയാണ്? ഫസ്റ്റത്തെ ആളുടെ വെയിറ്റ് 68 ആണ്. ഫസ്റ്റത്തെ ആളുടെ എത്രയാടാ? 68 ആണ്. അടുത്ത ആളുടെ എത്ര കിലോ വെയിറ്റ് ഉണ്ട്? 72 ഉണ്ട്. അടുത്ത ആൾക്ക് 80 കിലോ. പിന്നെ വന്നത് എത്രയാ? 70 ഉണ്ട്. പിന്നെ 60 കിലോഗ്രാം. പിന്നെ മെഗൈൻ 70. ഇതാണ് എന്ത്? ആ ഗ്രൂപ്പിലുള്ള. ഇതിൽ എത്ര പേരുണ്ടടാ? 1 2 3 4 5 6 6 പ്ലേയേഴ്സ് ഉണ്ട്. 6 പ്ലേയേഴ്സിന്റെ വെയിറ്റ് ആണ് എന്ത് ഇവിടെ തന്നേക്കണേ. നമുക്ക് എന്ത് ചെയ്യണം? ഈ 6 പേരുടെയും ആവറേജ് കണ്ടുപിടിക്കണം. ആവറേജ് കാണാൻ നമുക്ക് എന്ത് ചെയ്യണം? ആവറേജ് ഈക്വൽ ടു ടോട്ടൽ എമൗണ്ട്. ടോട്ടൽ എമൗണ്ട് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ. ഓക്കെ അല്ലേ? ടോട്ടൽ എമൗണ്ട് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ. ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവരെല്ലാവരെയും കൂടി കൂട്ടണോ അല്ലേ? ഇവരെ കൂട്ടുമ്പോൾ എന്താ? ഇവിടെ 8 × 2 ഉണ്ട്. 8 2s are 10. പിന്നെ റിമൈൻഡർ കൊടുത്തു. 7ഉം 6 കൂടി ആഡ് ചെയ്യുമ്പോൾ 13. 13 + 1 14. 14 + 8 എത്രയാടാ? 22 വന്നു. 22ഉം 7 കൂടി കൂട്ടുമ്പോൾ 29. 29ഉം 6 കൂടി കൂട്ടുമ്പോൾ എത്രയാ? 35. 35 + 7 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 42 കിട്ടും. ടോട്ടൽ വെയിറ്റ് എത്രയാ? 420 ആണ്. ഇവിടെ എത്ര പ്ലേയേഴ്സ് ഉണ്ട് നോക്കിയേ. 1 2 3 4 5 6 6 അല്ലേ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് എത്ര പ്ലേയേഴ്സ് ഉണ്ട്? 6 പ്ലേയേഴ്സ് ഉണ്ട്. അപ്പൊ ആവറേജ് വെയിറ്റ് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? 420 ഡിവൈഡ് ബൈ 6 ചെയ്യണം. 420 ഡിവൈഡ് ബൈ 6. എങ്ങനെയാ 420നെ ഡിവൈഡ് ചെയ്യുക? ആദ്യം 4 നോക്കും. 4ൽ പോവില്ല. 42 എടുത്തു. 42ൽ എത്ര ടൈംസ് പോവിടാ? 7 ടൈംസ് പോവില്ലേ? 7 6 are 42. റിമൈൻഡർ വന്നില്ലേ? ഈ 0നെ ഡൗൺലോഡ് ഇറക്കി എഴുതി 0ൽ എത്ര പ്രാവശ്യം പോവുള്ളൂ? 0 പ്രാവശ്യം. അപ്പൊ ആവറേജ് വെയിറ്റ് എത്രയാ ടീമിലെ? 70 ആണ്. ആ ടീമിലെ കളിക്കാരുടെ ഏകദേശ ഭാരം എത്രയാണ്? 70 ആണ്. ഓക്കെ അല്ലേ? അടുത്ത കണക്കിലോട്ട് പോവാം. അടുത്ത കണക്ക് നോക്കിയേ. ദ ടോട്ടൽ ഇൻകം ഓഫ് എ മാൻ ഇൻ 8 days. നമ്പർ തന്നിട്ടുണ്ട്. എത്രയാണ്? നമ്പർ ഓഫ് ഡേയ്സ് എത്രയാടാ? 8 ആണ്. 8 ദിവസം കൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയേക്കണ എന്താണ്? ഇൻകം ആണ്. ടോട്ടൽ ഇൻകം. ടോട്ടൽ ഇൻകം എത്രയാടാ? എത്രയെന്നാ പറഞ്ഞേക്കണേ? 1840. 1840. ഇതാണ് അദ്ദേഹത്തിന്റെ എന്ത്? ആവറേജ് വരുമാനം. അല്ല, ഇൻകം. ടോട്ടൽ ഇൻകം. വാട്ട് ഈസ് ഹിസ് ആവറേജ് സാലറി? അല്ലെങ്കിൽ ഒരു മാസം അദ്ദേഹത്തിന് ആവറേജ് എത്ര രൂപ കിട്ടുന്നുണ്ടാവുന്ന ചോദിച്ചേക്കണേ. ഒരു മാസം ഒരു ദിവസം. ഒരു 8 ദിവസത്തെ സാലറി ആണ് എന്ത് ഇവിടെ തന്നേക്കണേ. അദ്ദേഹത്തിന്റെ 8 ദിവസത്തെ ഇൻകം വരുമാനമാണ് എന്ത്? 1840. 8 ദിവസത്തെ. അതിൽ ഒരു ദിവസം എന്തോരെ ഒരു ആവറേജിൽ കിട്ടിയിട്ടുണ്ടാവും എന്നാണ് നമുക്ക് എന്ത് ചെയ്യണ്ടേ? കണ്ടുപിടിക്കണ്ടേ. അപ്പൊ ആവറേജ് കാണാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവിടെ എല്ലാം തന്നിട്ടില്ല. എന്തെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യാനുണ്ടോ? ടോട്ടൽ എമൗണ്ട്. ടോട്ടൽ എമൗണ്ട് എത്രയാടാ? ടോട്ടൽ എമൗണ്ട് ഉള്ളിടത്ത് ഇവിടെ എന്താ? ടോട്ടൽ ഇൻകം ആണല്ലേ വന്നേക്കണേ. ടോട്ടൽ ഇൻകം എത്രയായിരുന്നു? 1840 ആണ്. ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ. ഇവിടെ ഏതാടാ വന്നേക്കണേ? ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് അല്ലേ? ടോട്ടൽ നമ്പർ ഉള്ളിടത്ത് ഇവിടെ എന്താ വന്നേക്കണേ? ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ്. ഇത് എത്രയാണ്? 8 ആണ്. ഇനി എന്ത് ചെയ്യണം? 1840നെ ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 8 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1840 × 8 ചെയ്തില്ലേ?
അപ്പം എന്ത് വരും 18 2 ടൈംസ് പോവും 16. റിമൈൻഡർ എന്ത് വന്നു 2 വന്നു. 24 എത്ര ടൈംസ് പോടാ? എത്ര ടൈംസാ? 3 ടൈംസ് പോവില്ലേ? ഇനി ആരുണ്ട്? 0 കൂടി ഉണ്ടല്ലേ. അപ്പൊ ഈ 0നെ ഇറക്കിയത് അപ്പൊ എന്ത് വന്നു 0 അല്ലേ? 0 എത്ര ടൈംസാ? 0 ടൈംസ് ഉള്ളൂ. അതായത് അദ്ദേഹത്തിന് ഒരു ദിവസം ആവറേജിൽ 230 രൂപ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇൻകം കിട്ടിയിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ എല്ലാ ദിവസവും 230 ആണോ? അല്ല, ചില ദിവസം 230 കൂടുതൽ ഉണ്ടാവും, ചില ദിവസം 230 കുറവുണ്ടാവും. ഒരു ആവറേജ് ആണ് എന്ത് 230 എന്ന് പറഞ്ഞാൽ. ഓക്കെ, നമുക്കിനി അടുത്ത കണക്ക് വന്നിട്ടുണ്ട്. ഇവിടെ എന്താ പറഞ്ഞേക്കണേ? ഇത് ആവറേജിന്റെ കണക്കാണ്. പക്ഷെ നമ്മളിപ്പം നമുക്ക് രണ്ടുപേരുടെ നമ്മുടെ ഫ്രണ്ടിന്റെ മാർക്കായിട്ട് നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്യുന്ന പോലെ ഇവിടെ നമുക്ക് എന്താണ് അബുവിന്റെയും ഔസേപ്പിന്റെയും പ്രൊഡക്ഷൻ എന്തോരം തേങ്ങ ഉണ്ടായി, അല്ലെങ്കിൽ ഇതിൽ ഏത് ഇനം തേങ്ങയാണ് നല്ലത്, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയ ക്വസ്റ്റ്യൻ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഔസേപ്പ് ആൻഡ് അബു ഗ്രോ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കോക്കനട്ട്. ഇവർ രണ്ടുപേരും ഫാമേഴ്സ് ആണ്. ഇവർ രണ്ടുപേരും എന്ത് ചെയ്തിട്ടുണ്ട്? 2 ഇനം തെങ്ങുകളാണ് കൃഷി ചെയ്യണേ. ഔസേപ്പ് ഹാസ് 20 ട്രീസ്. ഔസേപ്പിന് എത്ര തേങ്ങ ഉണ്ടടാ? ഔസേപ്പിന് 20 എണ്ണം ഉണ്ട്. ഔസേപ്പിന് എത്ര എണ്ണം ഉണ്ട്? 20 എണ്ണം ഉണ്ട്. ഇനി നമ്മുടെ അബുവിനോ? അബു ഹാസ് 18 കോക്കനട്ട്. അബുവിന് എത്ര എണ്ണം ഉണ്ട്? 18 എണ്ണം ഉണ്ട്. സി ഹൗ മെനി കോക്കനട്ട് ഈച്ച് ഗോട്ട് ലാസ്റ്റ് ഇയർ. എന്തോരം തേങ്ങ കിട്ടിയെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്നിട്ട് എന്ത് കണ്ടുപിടിക്കണം? തേങ്ങ കിട്ടിയെന്ന് മാത്രമല്ല ആവറേജും കണ്ടുപിടിക്കണം. ഇവരിൽ ഏത് തേങ്ങ ആണ് നല്ലത്, അല്ലെങ്കിൽ ഇവരിൽ ഏതാണ് അബുവിന്റെ ഔസേപ്പിന്റെ തെങ്ങ് കൃഷി ചെയ്യണേണോ അബുവിന്റെ തെങ്ങ് കൃഷി ചെയ്യണേണോ ഏതാണ് നല്ലതെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കും? ആവറേജ് കണ്ടുപിടിക്കും അല്ലേ? രണ്ടുപേരുടെ ആവറേജ് ഞാൻ എന്ത് ചെയ്യാണ്? കാൽക്കുലേറ്റ് ചെയ്യാണ്. എങ്ങനെ ആവറേജ് കണ്ടുപിടിക്കുക? ആവറേജ് കണ്ടുപിടിക്കാൻ എന്ത് വേണം? ടോട്ടൽ എമൗണ്ട് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ. നമുക്ക് എന്താണ് ടോട്ടൽ എമൗണ്ട്? ആദ്യം എന്ത് വേണോടാ? ടോട്ടൽ എമൗണ്ട് വേണോ അല്ലേ? ടോട്ടൽ എമൗണ്ട്. പിന്നെന്താണ്? ടോട്ടൽ നമ്പറും വേണം. ഇവിടെ ടോട്ടൽ നമ്പർ എത്രയാടാ? ഔസേപ്പിന്റെ എത്ര തെങ്ങുകളുണ്ട്? 20 എണ്ണം ഉണ്ടല്ലേ? ഔസേപ്പിന്റെ 20 തെങ്ങുകളുണ്ട്. ഇനി ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ ഔസേപ്പിന് എത്ര തേങ്ങാണോ കൃഷി ചെയ്തേക്കണേ അതെല്ലാം, അല്ലെങ്കിൽ എത്ര തേങ്ങകളാണോ കിട്ടിയേക്കണേ അതെല്ലാം കൂടി കൂട്ടണം. എത്ര തേങ്ങയാ? 160, 280, 200, 260 ഇതെല്ലാം കൂടി കൂട്ടിയാൽ പോരെ? കൂട്ടുമ്പോൾ എത്ര കിട്ടൂടാ? 0. പിന്നെ 2 കിട്ടുമ്പോൾ എന്ത് കിട്ടി? 800 കോക്കനട്ട്സ് ആണ് എന്ത് ടോട്ടലായിട്ട് ഔസേപ്പ് കൃഷി ചെയ്തേക്കണേ. ഔസേപ്പിന് എന്തോരം തേങ്ങ കിട്ടി? 800. ടോട്ടൽ എമൗണ്ട് എന്തോരാടാ? 800. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റിന് ചോദിച്ചേക്കണേ എന്താ? ഔസേപ്പിനും അബുവിനും എന്തോരം ടോട്ടൽ കിട്ടിയെന്നാ. ഔസേപ്പിന്റെ ടോട്ടൽ കിട്ടിയില്ലേ? നമുക്ക് ആര് കണ്ടുപിടിച്ചാൽ മതി? അബുവിന്റെ ടോട്ടൽ കണ്ടുപിടിച്ചാൽ മതി അല്ലേ? ടോട്ടൽ എമൗണ്ട് ഓഫ് കോക്കനട്ട് ഗോട്ട് ബൈ അബു. അബുവിന് കിട്ടിയേക്കണേ ടോട്ടൽ എമൗണ്ട് ഓഫ് കോക്കനട്ട്. ഇതെങ്ങനെ കണ്ടുപിടിക്കും? അബുവിന്റെ എല്ലാം കൂടി കൂട്ടണോ അല്ലേ? അബുവിന് ഫസ്റ്റത്തെ മന്തിൽ 200 കിട്ടി, സെക്കൻഡ് മന്ത് 264, 240, പിന്നെ 160. എല്ലാവരെയും കൂടി എന്ത് ചെയ്യുക? ആഡ് ചെയ്യാം. അപ്പോൾ 4 വന്നു, 6 വന്നു, അതായത് 4, 6, 10, 10 + 6, 16 6 വന്നു, റിമൈൻഡർ 1 കൊടുത്തു. നമുക്ക് എന്ത് കിട്ടിയിടാ? 864 കിട്ടി. ടോട്ടൽ എമൗണ്ട് ഓഫ് കോക്കനട്ട് എത്രയാണ്? 864 ആണ്. ഔസേപ്പിന് ടോട്ടൽ കിട്ടിയത് 800ഉം അബുവിന് ടോട്ടൽ കിട്ടിയത് എത്രയാടാ? 864. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ആവറേജ് കണ്ടുപിടിക്കണം അല്ലേ? ഇവിടെ ഔസേപ്പിന്റെ ഉള്ളത് എത്ര തെങ്ങ? 20 തെങ്ങുകളാണ്. പക്ഷെ അബുവിന് എത്രയുള്ളൂ? ടോട്ടൽ നമ്പർ അല്ലെങ്കിൽ ടോട്ടൽ എമൗണ്ട് ഓഫ് കോക്കനട്ട് എത്ര എണ്ണ? 18 ആണല്ലേ? അപ്പൊ നമ്മൾ രണ്ടുപേരെയും ആവറേജ് കണ്ടുപിടിക്കുമ്പോൾ ആവറേജ് ഓഫ് ഔസേപ്പ് എന്ത് വരും? 800 ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ എത്രയാടാ? 20 അല്ലേ? 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 0 ക്യാൻസൽ ആയിപ്പോൾ 80 ഡിവൈഡ് ബൈ 20. നമ്മൾ എന്ത് ചെയ്യണം? 80 ഡിവൈഡ് ബൈ 2 ചെയ്യണം. 80 ഡിവൈഡ് ബൈ 2 എന്ത് വരും? 8 2 എത്ര ടൈംസ് പോവും? 4 ടൈംസ് പോവും. 4 2s are 8, റിമൈൻഡർ 0. ഈ 0 മുകളിലോട്ട് എഴുതി കഴിയുമ്പോൾ എന്ത് കിട്ടി? 40 കിട്ടിയില്ലേ? അതായത് ഔസേപ്പിന് ഒരു തേങ്ങീന്ന്, ഒരൊറ്റ തെങ്ങീന്ന് എന്ത് കിട്ടുന്നുണ്ട്? 40 തേങ്ങകൾ കിട്ടുന്നുണ്ട്. ഒരു തെങ്ങീന്ന് എത്ര തേങ്ങ കിട്ടുന്നുണ്ട്? 40 തേങ്ങ കിട്ടുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യാണ്? അബുവിന്റെ ആവറേജ് കണ്ടുപിടിക്കും. അബുവിന്റെ ആവറേജ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അബുവിന്റെ ടോട്ടൽ എമൗണ്ട് എന്ത് വരും? 864 വരും. ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ എത്രയാടാ? 18 അല്ലേ? നമുക്ക് ഇവർ രണ്ടുപേരും എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. ഞാൻ പറഞ്ഞിട്ടുണ്ടേ രണ്ടുപേരും എന്താണ്? ലാസ്റ്റ് നമ്പർ ഇവൻ നമ്പർ അല്ലേ? രണ്ടുപേരും എന്ത് ചെയ്യുക? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? 864നെയും 18നെയും ഞാൻ എന്ത് ചെയ്യാണ്? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 864നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 4. 8 വന്നു. 0 6ൽ എത്ര ടൈംസ് പോകൂടാ? 3 ടൈംസ് പോവും. 6 0 4ൽ എത്ര ടൈംസ് പോവും? 2 ടൈംസ് പോവും. അപ്പം എന്ത് വന്നു? 432 ഡിവൈഡ് ബൈ 18നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 കിട്ടി അല്ലേ?
18 ഡിവൈഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? 9 കിട്ടി. നമുക്ക് എന്ത് ചെയ്യണം? 432. ഇനിയും കട്ട് ചെയ്ത് കളയാം. എന്നാലും ഞാനിവിടെ എന്ത് ചെയ്യാണ്? 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം അല്ലേ? 9 എത്ര ടൈംസ് പോകൂടാ? 43 9 എത്ര ടൈംസ് പോവും? 6 ടൈംസ് അല്ലേ പോവുള്ളൂ. 6 9s 36. 6 9s എത്രയാണ്? 36 ആണ്. ഞാൻ എന്ത് ചെയ്തു? ഡിഫറൻസ് എടുക്കും. 13 6 13 അവൻ എത്രയാടാ? 7 വേണം. പിന്നെ എന്ത് വന്നു? 72 വന്നു. 72 എത്ര ടൈംസ് പോവും? 8 ടൈംസ് പോവും. 82. അതായത് എന്ത് കിട്ടി? 68 കോക്കനട്ട്സ് ആർക്ക് കിട്ടിയിടാ? അബുവിന് കിട്ടി. അബുവിന് എത്ര എണ്ണം കിട്ടി? ഒരു തെങ്ങിന് 68 എണ്ണം കിട്ടി. ഔസേപ്പിന് എത്ര കിട്ടിയുള്ളൂ? 40 കിട്ടിയുള്ളൂ. അപ്പൊ ഏതാ കൃഷി ചെയ്യണം നല്ലത്? അബുവിന്റെ അല്ലേ? അബുവിന്റെ കൃഷി ചെയ്യണേണ് എന്ത് നല്ലത്? ഓക്കെ അല്ലേ? അടുത്ത കണക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ അടുത്ത കണക്ക് നോക്കിയേ. രാമു ചെക്ക് ഹിസ് സെയിൽസ് ഓഫ് മിൽക്ക് ഫോർ സം ഡേയ്സ് ആൻഡ് കാൽക്കുലേറ്റ് ദ ആവറേജ് ഇൻകം ടു ബി 150 rupees. അബു എന്ത് ചെയ്തേക്കാ? അല്ല, രാമു എന്ത് ചെയ്തു? രാമുനും പാൽ തന്നെയാട്ടോ കച്ചവടം. ഇയാൾ എന്ത് ചെയ്തു? പാലിങ്ങനെ കുറച്ച് ദിവസം സെയിൽ ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടി ഇങ്ങനെ എന്ത് ചെയ്തു? ഒരു ആവറേജ് കണ്ടുപിടിച്ചു. അതായത് ആ കുറച്ച് ദിവസത്തിൽ ഒരു ദിവസം ഏകദേശം ഒരു 150 രൂപ വെച്ച് കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കി. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഇഫ് ഹി കണ്ടിന്യൂ ലൈക്ക് ദിസ് ഹൗ മച്ച് ഹി ക്യാൻ എക്സ്പെക്ട് ഫ്രം ദ സെയിൽ ഓഫ് മിൽക്ക് ഇൻ ജൂൺ. അതായത് ആവറേജ് എമൗണ്ട് ഓഫ് മിൽക്ക് എന്താണ്? 150 ആണ്. ആവറേജ് എമൗണ്ട് ഓഫ് മിൽക്കിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടുന്നത് എത്ര രൂപയാണ് ലാഭം? 150 രൂപ ലാഭം കിട്ടുന്നുണ്ട്. അങ്ങനെ ആ ഒരു അതേ എമൗണ്ടിൽ തന്നെ ആ ഒരു മാസം ഫുള്ള് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ജൂണിൽ അദ്ദേഹത്തിന് എത്ര രൂപയായിരിക്കും കാശ് കിട്ടാന്ന്? ജൂണിൽ എത്ര ദിവസം ഉണ്ടടാ? നമ്മൾ എണ്ണാൻ പഠിച്ചല്ലേ? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ. ജൂണിൽ എത്ര ദിവസാ? 30 ദിവസം ഉണ്ടല്ലേ? നമ്പർ ഓഫ് ഡേയ്സ് ഇൻ ജൂൺ. ജൂണിലുള്ള ദിവസം. ജൂണിൽ എത്ര ദിവസം ഉണ്ടടാ? 30 ദിവസം. ഒരു ദിവസം ഏകദേശം എത്ര കിട്ടിയിട്ടുണ്ട്? 150 കിട്ടിയിട്ടുണ്ട്. ഒരു ദിവസം കണക്കല്ലേ 150. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 150 ഇൻറ്റു എന്ത് ചെയ്യണം? 30 ചെയ്യണം. ടോട്ടൽ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 150. ഒരു ദിവസം 150. അങ്ങനെ എത്ര ദിവസം ഉണ്ട്? 30 ദിവസം ഇല്ലേ? അപ്പൊ 150 ഇൻറ്റു 30. 150 ഇൻറ്റു 30 ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? ഞാൻ ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ലാസ്റ്റ് ഡിജിറ്റ് 0 ആണെങ്കിൽ നമ്പേഴ്സിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. നമ്പേഴ്സ് ഇവിടെ ആരൊക്കെയാ? 15ഉം 3 ഉള്ളൂ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരൂടാ? 45 വന്നില്ലേ? നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്ത് കിട്ടി? 45 കിട്ടി. ഇനി എത്ര 0 ഉണ്ട്? ഇവിടെ ഒരു 0 ഉണ്ട് അല്ലേ? ആ 0 ഇറക്കി എഴുതി. പിന്നെ ഇവിടെയും 0 ഇല്ലേ? അവനെ ഇറക്കി എഴുതി. അപ്പൊ എത്രയാണ് ടോട്ടൽ എമൗണ്ട് അദ്ദേഹത്തിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്? 4500 rupees അദ്ദേഹത്തിന് എക്സ്പെക്ട് ചെയ്യാം. ഒരു ഏകദേശം അത്രയും പ്രതീക്ഷിക്കാം. ഓക്കെ, ഇപ്പൊ നമ്മൾ രാമുവിന്റെ ഒരു ദിവസം കണ്ടുപിടിച്ചില്ലേ? രാമുവിന്റെ എങ്ങനെ കണ്ടുപിടിച്ചേ? 150 രൂപയാണ് എന്ത് ഒരു ദിവസം അദ്ദേഹത്തിന് ആവറേജ് കിട്ടിയെന്ന് വെച്ചാൽ 150 എല്ലാ ദിവസവും കിട്ടണമെന്നില്ല. ഏകദേശം ഒരു 150ന്റെ അടുത്ത്, ചിലപ്പോൾ 150 കൂടുതലായിരിക്കാം, കുറവായിരിക്കാം. അങ്ങനെ എത്ര കിട്ടിയിട്ടുണ്ട്? 150 രൂപ കിട്ടിയിട്ടുണ്ടല്ലേ? ഇങ്ങനെ എത്ര ദിവസത്തെ? നമുക്ക് ജൂണിലെ മൊത്തം കണ്ടുപിടിക്കണം. ജൂണിൽ എത്ര ദിവസം ഉണ്ട്? 30 ദിവസം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 150 ഇൻറ്റു 30 ചെയ്തു. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? എന്താ കിട്ടി? നമ്മള് 4500 രൂപ കിട്ടി. അപ്പൊ ഇത്രയുള്ള എന്ത് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അടുത്ത കണക്കായിട്ട് നമ്മൾ വേറൊരു ദിവസം വരാം. അപ്പൊ ബൈ.